നമസ്കാരം. എൻറോൾമെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നമ്മൾ കുറേ ദിവസങ്ങളായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിലൂടെ ഫൈനൽ അക്കൗണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ ഒന്നായിട്ടുള്ള ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തത്. അത്തരത്തിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ പൂർണ്ണമായും കാണുവാനും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും വേണ്ടി എല്ലാവരും പരമാവധി ശ്രമിക്കണമെന്ന് കൂടി നിങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും മറ്റൊരു വീഡിയോ അതേപോലെയുള്ള ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, മറ്റൊരു എക്സാമ്പിളിലൂടെ ഈ വീഡിയോയിലൂടെയുള്ള ഡിസ്കഷൻ നമുക്ക് നടത്താമെന്നാണ് തോന്നുന്നത്. From the following trial balance and additional information involving the respect of Travancore traders. താഴെ തന്നിട്ടുള്ള ട്രയൽ ബാലൻസ്, ട്രാവൻകൂർ ട്രേഡേഴ്സിൻ്റെ ട്രയൽ ബാലൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 31 March 2016 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. നിങ്ങളോട് ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ട്രയൽ ബാലൻസ് നിങ്ങൾക്ക് ചോദിക്കാണ്, ഓരോ ഐറ്റങ്ങൾ കാണാം. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കിയാലോ ഓരോ ഐറ്റങ്ങൾ എവിടേക്കാണ് എടുക്കാമെന്നുള്ളത്. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കാണ്, അത് നമ്മൾ എവിടെ എടുക്കണം? ട്രേഡ് അക്കൗണ്ടിൽ എടുക്കണം. നെക്സ്റ്റ് പർച്ചേസാണ്, പർച്ചേസും ട്രേഡ് അക്കൗണ്ടിൽ തന്നെയാണ് എടുക്കാറുള്ളത്. നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ, പർച്ചേസ് എന്ന് കുറക്കുന്നതാണല്ലോ, അതും ട്രേഡ് അക്കൗണ്ടിൽ എടുക്കണം. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡ് അക്കൗണ്ടിൽ എടുക്കണം. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കാറുള്ളത്. സെൻട്രൽ ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിലാണ് എടുക്കാറുള്ളത്. ഇൻഷുറൻസ് പ്രീമിയം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന ഫസ്റ്റ് ഐറ്റം ആണല്ലോ ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റ്. ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യാനുള്ള ഐറ്റമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ബാലൻസ് ഷീറ്റ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ്. ഫർണിച്ചർ അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ്. കമ്മീഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മാഡപ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്യാഷ് ഇൻ ആൻഡ് കറണ്ട് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ തന്നിട്ടുള്ള ഐറ്റങ്ങൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ കിട്ടിയ പാടെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ട്രയൽ ബാലൻസിൽ തന്ന ഓരോ ഐറ്റങ്ങളും ഏത് അക്കൗണ്ടിലേക്കാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്ത് വെച്ചു. അതിന് താഴെയായിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾക്കാണ്. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ട എന്താണോ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത്തരം അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതിനുശേഷം ബാലൻസ് ഷീറ്റും തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ട്രേഡിംഗ് അക്കൗണ്ട് പറയാണ്. ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണല്ലോ എഴുതാറുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ കാണുന്ന ഫസ്റ്റ് ഐറ്റം സ്റ്റോക്ക് 9200, ഓപ്പണിംഗ് സ്റ്റോക്ക് 9200. അടുത്തത് പർച്ചേസ്, പർച്ചേസ് റിട്ടേൺ കുറയ്ക്കലാണല്ലോ. പർച്ചേസ് 40,000. പർച്ചേസ് റിട്ടേൺ ഏതാണ്? പർച്ചേസ് റിട്ടേൺ തൊട്ട് താഴേക്കാണ് 1350. 40,000 പർച്ചേസ് 40 പർച്ചേസ് റിട്ടേൺ 1350 ലെസ് ചെയ്ത് ബാക്കി 38,680. നെക്സ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തു, പർച്ചേസ് എടുത്തു. അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, കാണാൻ നിങ്ങൾക്ക് വേജസ്. ഡയറക്റ്റ് എക്സ്പെൻസിന് ഉദാഹരണമാണ് വേജസ്. തൊട്ട് താഴെ വേജസ് എഴുതുമ്പോൾ താഴെ വേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് 1200 വേജ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഒന്ന് ആഡ് ചെയ്യണമെന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വേജിൻ്റെ കൂടെ വേജിൻ്റെ എമൗണ്ട് 8000 അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് 1200 ആഡ് ചെയ്തു, 9200 എഴുതി. ഇത്രയാണ് ഡെബിറ്റ് സൈഡിലുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ
ഫസ്റ്റ് എഴുതേണ്ടത് സെയിൽസാണ്. സെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പർച്ചേസും സെയിൽസും. സെയിൽസിൻ്റെ എമൗണ്ട് 82,000. സെയിൽസ് 82,000. അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇവിടെ കാണാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫസ്റ്റ് പോയിന്റ് സ്റ്റോക്ക് ഓൺ 31st March 2016 ഈസ് വാല്യൂഡ് അറ്റ് ₹10,400. ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക. ഈ ടോട്ടൽ ചെയ്യുക. ഈ രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 92,400 ടോട്ടൽ കൊടുത്തേക്ക് ഇട്ടു. ബാലൻസ് ചെയ്യുമ്പോൾ 35,350, 35,350 രൂപ എന്ന ബാലൻസ് കിട്ടിയതിനെ ട്രേഡ് അക്കൗണ്ടാണ് ചെയ്തത്. ട്രേഡ് അക്കൗണ്ടിൻ്റെ ബാലൻസിന് നമ്മൾ GP എന്ന് പേര് പഠിച്ചതാണ്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ്. ട്രേഡ് അക്കൗണ്ട് പൂർത്തീകരിച്ചു. ഇനി എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തൊട്ട് താഴെ ചെയ്യണം. അപ്പോൾ ഈ ബാലൻസ് താഴേക്ക് ബ്രോ ഡൗൺ ചെയ്യാം. GP ബ്രോ ഡൗൺ 35,350. ഇനി ട്രയൽ ബാലൻസ് വായിച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ള ഓരോ ഐറ്റങ്ങൾ എടുക്കുക. അപ്പോൾ ഇതൊക്കെ ട്രേഡ് അക്കൗണ്ടിൽ കഴിഞ്ഞു പോയി. പ്രോഫിറ്റ് ആൻഡ് ലോസ് സാലറി സ്റ്റേറ്റ് സാലറി എമൗണ്ട് 8,900. സാലറിയുടെ എമൗണ്ട് എഴുതുക 8,900. നെക്സ്റ്റ് സാലറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് പ്രീമിയം അഡ്വാൻസ് ഉണ്ട്. അഡ്വാൻസ് അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് പ്രീപെയ്ഡ്. അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ്. അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് വന്നു കഴിഞ്ഞാൽ ലെസ് ചെയ്യണമെന്നാണ് പഠിച്ചത്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ എമൗണ്ടിൽ നിന്ന് പ്രീപെയ്ഡ് ലെസ് ചെയ്യും. എമൗണ്ട് പണത്തിലേക്ക് എഴുതും. അപ്പോൾ ഇൻഷുറൻസ് നിങ്ങൾക്ക് മുകളിൽ കാണാം, പ്രീപെയ്ഡ് ഇവിടെ താഴെയും കാണാം. അപ്പോൾ ഇൻഷുറൻസിൻ്റെ എമൗണ്ടിൽ നിന്ന് പ്രീപെയ്ഡ് ലെസ് ചെയ്ത് എമൗണ്ട് പണത്തിലേക്ക് എഴുതി. നെക്സ്റ്റ് സാലറി എടുത്തു, ഇൻഷുറൻസ് എടുത്തു. പിന്നെ നോക്കുമ്പോൾ കമ്മീഷനാണ്. കമ്മീഷൻ്റെ എമൗണ്ട് ക്രെഡിറ്റിലാണ്. അത് നമ്മൾ ക്രെഡിറ്റിൽ എഴുതണം. ഇൻകമാണ് ക്രെഡിറ്റ് സൈഡിൽ. ഡെബിറ്റിലുള്ളതൊക്കെയാണ് ഡെബിറ്റിൽ എഴുതുക. ക്രെഡിറ്റിലുള്ള ഐറ്റം ക്രെഡിറ്റിൽ എഴുതുക. കമ്മീഷൻ 1,550. ഇവിടെ കാണാം 1,550 കമ്മീഷൻ എടുത്തു. അടുത്തത് ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് ബാഡ് ഡെപ്റ്റ് ചെയ്യുക? ബാഡ് ഡെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ബാഡ് ഡെപ്റ്റ് ആഡ് further bad debt, അതേപോലെ തന്നെ ന്യൂ പ്രൊവിഷൻ. ഇത്രയും ഐറ്റങ്ങൾ ബാഡ് ഡെപ്റ്റും ഫർദർ ബാഡ് ഡെപ്റ്റും ന്യൂ പ്രൊവിഷൻ എല്ലാം കൂടി ആഡ് ചെയ്യും. അതിന്ന് ലെസ് ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യും. കിട്ടുന്ന എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കും. ഇങ്ങനെയാണ് ബാഡ് ഡെപ്റ്റിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് 800. ബാഡ് ഡെപ്റ്റ് 800. ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഉണ്ടാവുക. ഇവിടെ നോക്കുമ്പോൾ ഫർദർ ബാഡ് ഡെപ്റ്റ് ഇല്ല, ഒഴിവാക്കുക. ഫർദർ ബാഡ് ഡെപ്റ്റും ന്യൂ പ്രൊവിഷനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5% ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ 5% ന്യൂ പ്രൊവിഷൻ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. തൊട്ട് താഴെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് നോക്കാം. 10,000 ആണ്. അപ്പോൾ നമ്മൾ ന്യൂ പ്രൊവിഷൻ ബാഡ് ഡെപ്റ്റിൻ്റെ താഴെ ഫർദർ ബാഡ് ഡെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഒഴിവാക്കി. പക്ഷേ ആഡ് ചെയ്യേണ്ട മറ്റൊന്നുണ്ട്. ന്യൂ പ്രൊവിഷനുണ്ട്. ഡെപ്റ്റേഴ്സിൻ്റെ 5%. ഡെപ്റ്റേഴ്സ് 10,000 ആണ്. അതിൻ്റെ 5% 500. രണ്ടും കൂടി ടോട്ടൽ ചെയ്യും. അപ്പോൾ 1,300. പിന്നെ ഓൾഡ് പ്രൊവിഷനാണ്. ഓൾഡ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണ്, ട്രയൽ ബാലൻസിനകത്ത് കാണും പ്രൊവിഷൻ എന്ന്. അങ്ങനെ പ്രൊവിഷൻ ഇതിലില്ലാത്തത് കൊണ്ട് ഓൾഡ് പ്രൊവിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യും. എമൗണ്ട് കോളത്തിലേക്ക് എഴുതും 1,300. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അകത്തുള്ള ഐറ്റങ്ങൾ കഴിഞ്ഞു. സ്റ്റോക്ക് ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വല്ലതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഉണ്ടോ എന്ന് നോക്കാം. സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എടുത്തു. വേജ് ഇവിടെ ആഡ് ചെയ്തു. വേജ് ഔട്ട്സ്റ്റാൻഡ് ഇവിടെ ആഡ് ചെയ്തു. ഇൻഷുറൻസ് ഇവിടെ ലെസ് ചെയ്തു.
പ്രൊവിഷന് വാഡപ്റ്റിൻ്റെ താഴെ പ്രൊവിഷൻ എടുത്തുമല്ലോ. പിന്നെ ഉള്ളത് ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചറാണ്. ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷനാണ്. അത് നമ്മൾ കാണിക്കാത്തത് കൊണ്ട് താഴെ ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ 10% പറയുന്നത്. അപ്പോൾ നോക്കുക ഫർണിച്ചറിൻ്റെ എമൗണ്ട്. ഫർണിച്ചർ 12,000, 12,000ൻ്റെ 10% 1,200. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിലും ട്രയൽ ബാലൻസിനും അകത്തുള്ള ഐറ്റങ്ങളൊക്കെ എടുത്തു. ടോട്ടൽ ചെയ്യാം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 36,900 കൊടുത്തേക്ക് ഇട്ടു. ബാലൻസ് 22,600. അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്തു. ടോട്ടൽ ഇവിടെ എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ 22,800 എന്ന് കിട്ടി. അതിന് പേര് കൊടുക്കും നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പൂർത്തീകരിച്ചു. ട്രേഡ് അക്കൗണ്ട് ചെയ്ത് GP കണ്ടു. എങ്ങനെ ട്രേഡ് അക്കൗണ്ട് ചെയ്തത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസിൽ നിന്ന് റിട്ടേൺ കുറച്ചു, വേജിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തു, സെയിൽസ് എഴുതി, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി, ഇവിടെ കൂട്ടി, ഇവിടത്തേക്ക് എഴുതി, ബാലൻസ് GPയിൽ പേരെടുത്തു. ആ GP ബ്രോഡ് ഓൺ ചെയ്തു. സാലറി എഴുതി, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ലെസ് ചെയ്തിട്ട് ബാഡപ്റ്റ്, ഫർദർ ബാഡപ്റ്റും ഓൾഡ് പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ട് ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്തു. കൂട്ടിയിട്ട് എമൗണ്ട് കുളത്തിലേക്ക് ഇട്ടു. കമ്മീഷൻ ഇവിടെ കാണിച്ചു. അഡ്ജസ്റ്റ്മെൻറ്റ് പ്രകാരം ഡിപ്രീസിയേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെ 10% എടുത്തു. എമൗണ്ടിൽ എഴുതി. ടോട്ടൽ ചെയ്തു. ടോട്ടൽ എഴുതി. ബാലൻസ് NP എന്ന് പേര് കൊടുത്തു. രണ്ടാമത്തെ ഭാഗം നമ്മളിനി ബാലൻസ് ഷീറ്റ് കൂടെ ചെയ്യേണ്ടതുണ്ട്. ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്കറിയാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൻ്റെ കൂടെ NP ആഡ് ചെയ്യണം. അതൊന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്യണമെന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നെറ്റ് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ നോക്കാം. ക്യാപിറ്റൽ 50,000. ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 50,000. ആഡ് NP ഇവിടെ കിട്ടി 22,800. 22,800 കൂട്ടിയിട്ടു 72,800. 50ഉം 22,800ഉം 72,800. ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ഡ്രോയിങ്സ് 2,100 ലെസ് ഡ്രോയിങ്സ് 2,100 ലെസ് ചെയ്യുമ്പോൾ 70,700 എന്ന് കിട്ടി. 70,700. ഇനി ഇതിനകത്ത് നോക്കുക. ബാലൻസ് ഷീറ്റ് ഉള്ളത് എടുക്കാം. ബാലൻസ് ഷീറ്റിലേക്ക് ഫസ്റ്റ് സെൻട്രൽ ഡെപ്റ്റേഴ്സ്. ബാലൻസ് ഷീറ്റ് ആണല്ലോ. അസറ്റ് സൈഡിൽ സെൻട്രൽ ഡെപ്റ്റേഴ്സ് കാണാം. നിങ്ങൾ ഓർഡറിൽ എഴുതണമെന്നില്ല. ഇത് ചെയ്യുമ്പോൾ ഒരു കൃത്യമായ ഓർഡർ ഫോളോ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് വന്നുകൊള്ളും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി ചെയ്താൽ മതി. ഓർഡറിൽ എടുക്കുക. ബാലൻസ് ഷീറ്റിൽ വരുന്ന ഫസ്റ്റ് ആയിട്ട് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൽ 10,000 ഇതിൻ്റെ ന്യൂ പ്രൊവിഷൻ ഉണ്ടായിട്ടുണ്ട്. ന്യൂ പ്രൊവിഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ. ഡെപ്റ്റേഴ്സിൻ്റെ 5% പ്രൊവിഷനായി പോയി എന്ന് പറഞ്ഞല്ലോ. ന്യൂ പ്രൊവിഷൻ 5%. അപ്പോൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് 5% 500 ലെസ് ചെയ്യുക. 9,500 എഴുതാം. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റിലേക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്, ലയബിലിറ്റി ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലയബിലിറ്റി ആണ്. നേരെ ലയബിലിറ്റി സൈഡിൽ എഴുതുക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 11,500. നെക്സ്റ്റ് ക്യാപിറ്റൽ എടുത്തു. ഡ്രോയിങ്സ് എടുത്തു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് ആണ്. അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 47,000. അടുത്തത് ഫർണിച്ചർ. ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ടല്ലോ ഫർണിച്ചറിന്. ഫർണിച്ചർ പ്ലസ് ഡിപ്രീസിയേഷൻ ചെയ്യണം. ഫർണിച്ചർ 12,000, ഡിപ്രീസിയേഷൻ 1,200 കുറച്ച് 10,800. കമ്മീഷൻ എടുത്ത് ബാഡപ്റ്റ് എടുത്ത് ക്യാഷ് ഇൻ ഹാൻഡ്. അവസാനമായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ ക്യാപിറ്റൽ NP ആഡ് ചെയ്തു. ഡ്രോയിങ്സ് ലെസ് ചെയ്ത് കിട്ടും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എഴുതി. ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി. ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ കുറച്ചു. ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ കുറച്ചു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എഴുതി. ഇനി നമ്മൾ നോക്കുക അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വല്ലതുണ്ടോ എന്ന്. ഫസ്റ്റ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് കറണ്ട് അസറ്റാണ്. അപ്പോൾ അസറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 10,400. ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. വേജ് ഔട്ട്സ്റ്റാൻഡിങ്. വേജ് കൊടുക്കാനുണ്ട്. വേജ് കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ബാധ്യതയാണല്ലോ. കൊടുക്കാനുള്ളത് ബാധ്യതയാണല്ലോ. ലയബിലിറ്റി സൈഡിൽ വേജ് ഔട്ട്സ്റ്റാൻഡിങ് 1,200. ഇൻഷുറൻസ് പ്രീപെയ്ഡ്. എല്ലാ പ്രീപെയ്ഡുകളും കറണ്ട് അസറ്റുകൾക്ക് എക്സാമ്പിളാണ്. പ്രീപെയ്ഡ് കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ്. നെക്സ്റ്റ് ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ. അത് ഓൾറെഡി എടുത്തുള്ളൂ നമ്മൾ. ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തു. അടുത്ത പ്രൊവിഷൻ. അത് നേരത്തെ സെൻട്രൽ ഡെപ്റ്റേഴ്സ് എഴുതുമ്പോൾ പ്രൊവിഷൻ ലെസ് ചെയ്തു. അപ്പോൾ എല്ലാ ഐറ്റങ്ങളായി ഒന്നും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് പരിചയപ്പെടുത്താം. ക്ലോസിംഗ് സ്റ്റോക്ക് കറണ്ട് അസറ്റാണ്. അസറ്റ് സൈഡിൽ എഴുതി ക്ലോസിംഗ് സ്റ്റോക്ക്. വേജ്. വേജ് ഔട്ട്സ്റ്റാൻഡിങ്. വേജ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞത്. വേജ് കൊടുക്കാനുള്ളത് ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ വേജ് ഔട്ട്സ്റ്റാൻഡിങ്.
ഇൻഷുറൻസ് പ്രീപെയ്ഡുകളെല്ലാം കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ്. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി ലെസ് ചെയ്ത് ഫർണിച്ചറിന്. പ്രൊവിഷൻ അത് ഡെപ്റ്റേഴ്സ് നിന്ന് ലെസ് ചെയ്തു. എല്ലാ ഐറ്റങ്ങളുമായി ടോട്ടൽ ചെയ്യുമ്പോൾ 83,400. ഇവിടെയും 83,400. അപ്പോൾ നേരത്തെ ടൈപ്പ് ചെയ്തപ്പോഴുള്ള മിസ്റ്റേക്കാണ്. രണ്ട് സൈഡും നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ 83,400 എന്നുള്ള ഫിഗർ ലഭിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇത്. പ്രീവിയസ് ഇയറിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. മതിയായ പ്രാധാന്യത്തോടു കൂടി ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കുകയും അത് പ്രകാരം ഒന്ന് സ്വന്തമായി വർക്കൗട്ട് ചെയ്ത് നോക്കുകയും ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് അത് തീർക്കേണ്ടതുമാണ്. ഇത്രയും സമയം വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.